ശാന്തി 3-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിൽ അലക്ഷ്യരാകാതിരിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്. ബാബ എല്ലാ ആത്മാക്കളുടെയും സേവനം ചെയ്ത് അവരെ ശുദ്ധമാക്കുവാൻ വന്നിരിക്കുന്നു. ചോദ്യം: ഏതൊരു സ്മൃതി നിലനിൽക്കുമെങ്കിൽ ആഹാരപാനീയങ്ങൾ ശുദ്ധമാകും? ഉത്തരം: നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. സത്യഖണ്ഡത്തിൽ പോകുന്നതിനു വേണ്ടി, അഥവാ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനു വേണ്ടി എന്ന സ്മൃതി അഥവാ ഉണ്ടായിരിക്കുമെങ്കിൽ ആഹാരപാനീയങ്ങൾ ശുദ്ധമാകും. കാരണം ദേവതമാർ ഒരിക്കലും അശുദ്ധമായ വസ്തുക്കൾ കഴിക്കുന്നില്ല. നമ്മൾ സത്യമായ ബാബയുടെ അടുത്ത് സത്യഖണ്ഡത്തിൻ്റെ അഥവാ പാവന ലോകത്തിൻ്റെ അധികാരിയാകുന്നതിനായി വന്നിരിക്കുന്നു എന്നിരിക്കെ പതിതം അഥവാ അശുദ്ധം ആകുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികളോട് ചോദിക്കുന്നു: കുട്ടികളെ, എപ്പോഴാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ആരെയാണ് ഓർമ്മിക്കുന്നത്? തൻ്റെ പരിധിയില്ലാത്ത പിതാവിനെ. ആ ഒന്ന് എവിടെയാണ്? ആ ഒന്നിനെ ഹേ പതീത പാവന എന്ന് വിളിക്കുന്നു. ഇക്കാലത്ത് സന്യാസിമാരും പതീത പാവന സീതാറാം, അതായത് പതീതരെ പാവനമാക്കുന്ന രാമ വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പാവന ലോകം എന്ന് സത്യയുഗത്തെയും പതീത ലോകം എന്ന് കലിയുഗത്തെയുമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുകയാണ്? കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ. അതിനാൽ ബാബ വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന് വിളിക്കുന്നു. നമ്മൾ ആരാണ്? ആത്മാവ്. ആത്മാവിനെ തന്നെയാണ് പവിത്രം ആകേണ്ടത്. ആത്മാവ് പവിത്രമാകുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാവ് പതീതമാകുമ്പോൾ ശരീരവും പതീതമായത് ലഭിക്കുന്നു. ഈ ശരീരമാണെങ്കിൽ മണ്ണിൻ്റെ പ്രതിമയാണ്. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് ഈ ഓർഗൻസിലൂടെ പറയുകയും വിളിക്കുകയും ചെയ്യുന്നു: നമ്മൾ വളരെയധികം പതീതമായിരിക്കുകയാണ്, നമ്മളെ വന്ന് പാവനമാക്കൂ. ബാബ പാവനമാക്കുന്നു. 5 വികാരങ്ങളാകുന്ന രാവണൻ പതീതമാക്കുന്നു. ബാബ ഇപ്പോൾ സ്മൃതി വരുത്തി, നമ്മൾ പാവനമായിരുന്നു, പിന്നെ ഇങ്ങനെ 84 ജന്മം എടുത്തെടുത്ത് ഇപ്പോൾ അന്തിമ ജന്മത്തിലാണ്. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ബാബ പറയുന്നു, ഞാൻ ഇതിൻ്റെ ബീജരൂപമാണ്. എന്നെ വിളിക്കുന്നു, ഹേ പരംപിത പരമാത്മാ, ഓ ഗോഡ് ഫാദർ, ലിബറേറ്റ് മീ. ഓരോരുത്തരും തനിക്ക് വേണ്ടി പറയുന്നു, എന്നെ മോചിപ്പിക്കുകയും വഴികാട്ടിയായി ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യൂ. സന്യാസിമാരും പറയുന്നു, സ്ഥായിയായ ശാന്തി എങ്ങനെ ലഭിക്കും? ഇപ്പോൾ ശാന്തിധാമം വീടാണ്. അവിടെ നിന്നും ആത്മാക്കൾ പാട്ട് അഭിനയിക്കുവാൻ വരുന്നു. അവിടെ കേവലം ആത്മാക്കൾ മാത്രമേ ഉള്ളൂ, ശരീരമില്ല. ആത്മാക്കൾ നഗ്നമായി, അതായത് ശരീരമില്ലാതെ ഇരിക്കുന്നു. നഗ്നം എന്നതിൻ്റെ അർത്ഥം വസ്ത്രമില്ലാതെ ഇരിക്കുക എന്നല്ല. ശരീരമില്ലാതെ ആത്മാക്കൾ നഗ്നമായി അഥവാ അശരീരിയായി ഇരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ആത്മാക്കൾ അവിടെ മൂലവതനത്തിൽ ശരീരമില്ലാതെ ഇരിക്കുന്നു. അതിനെ നിരാകാരി ലോകം എന്ന് പറയുന്നു. കുട്ടികൾക്ക് ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നു. എങ്ങനെയാണ് നമ്മൾ പടികൾ താഴെ ഇറങ്ങി വന്നത്? മാക്സിമം പൂർണ്ണമായും 84 ജന്മം എടുത്തിട്ടുണ്ട്. പിന്നെ ചിലർ 1 ജന്മവും എടുക്കുന്നു. ആത്മാക്കൾ മുകളിൽ നിന്നും വന്നുകൊണ്ട് തന്നെയിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ പാവനമാക്കുവാൻ വന്നിരിക്കുകയാണ്. ശിവബാബ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു.
ശിവ് ബാബ ആത്മാക്കളുടെ പിതാവാണ്. ബ്രഹ്മാവിനെ ആദിദേവൻ എന്ന് പറയുന്നു. ഈ ദാദായിൽ ബാബ എങ്ങനെ വരുന്നു? ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. എന്നെ വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ. ആത്മാക്കൾ ഈ ശരീരത്തിലൂടെ വിളിച്ചു. മുഖ്യമായത് ആത്മാവാണല്ലോ. ഇത് ദുഃഖധാമം തന്നെയാണ്. ഇവിടെ കലിയുഗത്തിൽ നോക്കൂ, ഇരിക്കവേ തന്നെ പെട്ടെന്ന് മൃത്യു ഉണ്ടാകുന്നു. അവിടെ അങ്ങനെയുള്ള രോഗമൊന്നും ഉണ്ടായിരിക്കുകയില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. എത്ര നല്ല പേരാണ്! പറയുമ്പോൾ തന്നെ മനസ്സ് സന്തോഷിക്കുന്നു. ക്രിസ്ത്യൻസും പറയുന്നു, ക്രൈസ്റ്റിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു. ഇവിടെ ഭാരതവാസികൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല. കാരണം അവർ സുഖം വളരെയധികം കണ്ടിട്ടുണ്ട്, ദുഃഖവും വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നു. തമോ പ്രധാനമായിരിക്കുകയാണ്. 84 ജന്മങ്ങളും ഇവരുടേതാണ്. പകുതി കൽപ്പത്തിനു ശേഷം പിന്നെ മറ്റു ധർമ്മത്തിലുള്ളവർ വരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പകുതി കൽപ്പം ദേവീ ദേവതമാർ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. പിന്നെ ത്രേതായിൽ രാമൻ വന്നപ്പോഴും ഇസ്ലാമികളും ബൗദ്ധരും ഉണ്ടായിരുന്നില്ല. മനുഷ്യരാണെങ്കിൽ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. ലോകത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് പറയുന്നു. അതിനാൽ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. കലിയുഗം ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കലിയുഗം പൂർത്തിയായി, ഇപ്പോൾ സത്യയുഗം വരും. അതിനാൽ നിങ്ങൾ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുവാൻ വന്നിരിക്കുകയാണ്. നിങ്ങളേവരും സ്വർഗവാസിയായിരുന്നു. ബാബ വരുന്നത് തന്നെ സ്വർഗം സ്ഥാപിക്കുവാനാണ്. നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിൽ വരുന്നത്. മറ്റുള്ളവരെല്ലാം ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോകുന്നു. അത് സ്വീറ്റ് ഹോമാണ്. ആത്മാക്കൾ അവിടെ നിവസിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് പാർട്ടധാരിയാകുന്നു. ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കുവാനും സാധിക്കില്ല. അവിടെ ശരീരമില്ലാത്തത് കാരണം ആത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു. പിന്നെ പകുതി കൽപ്പമാണ് ദേവീ ദേവതമാർ, സൂര്യവംശിയും ചന്ദ്രവംശിയും. പിന്നെ ദ്വാപര കലിയുഗത്തിലുള്ളത് മനുഷ്യരാണ്. ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവർ എവിടെ പോയി? ആർക്കും അറിയില്ല. ഈ നോളജ് ഇപ്പോൾ നിങ്ങൾക്ക് ബാബയിൽ നിന്നും ലഭിക്കുന്നു. മറ്റൊരു മനുഷ്യനിലും ഈ നോളജ് ഉണ്ടായിരിക്കുന്നില്ല. ബാബ തന്നെയാണ് വന്ന് മനുഷ്യർക്ക് ഈ നോളജ് നൽകുന്നത്. അതിലൂടെ തന്നെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നത്. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനു വേണ്ടിയാണ്. ദേവതമാരുടെ ആഹാരപാനീയങ്ങൾ അശുദ്ധമല്ല. അവർ ഒരിക്കലും ബീഡിയോ മറ്റോ വലിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ പതിരീത മനുഷ്യരുടെ കാര്യം ചോദിക്കുകയേ വേണ്ട. എന്തെല്ലാമാണ് കഴിക്കുന്നത്? ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ഭാരതം ആദ്യം സത്യഖണ്ഡമായിരുന്നു. തീർച്ചയായും സത്യമായ ബാബ സ്ഥാപിച്ചിട്ടുണ്ടാകും. ബാബയെ തന്നെയാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ബാബ തന്നെയാണ് പറയുന്നത്, ഞാൻ തന്നെയാണ് ഈ ഭാരതത്തെ സത്യഖണ്ഡം ആക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സത്യമായ ദേവതമാർ ആകാൻ സാധിക്കുന്നത്? അതും നിങ്ങളെ പഠിപ്പിക്കുന്നു. എത്ര കുട്ടികൾ ഇവിടെ വരുന്നു. അതിനാൽ ഈ കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കിക്കേണ്ടി വരുന്നു. അന്തിമം വരെയും ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കും. വളരെയധികം ഉണ്ടാക്കപ്പെടും. കെട്ടിടം വാങ്ങുകയും ചെയ്യുന്നു. ശിവബാബ ബ്രഹ്മാവിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. ബ്രഹ്മാവ് കറുപ്പാണ്. കാരണം ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണല്ലോ. ഇദ്ദേഹം പിന്നെ വെളുപ്പാകും. കൃഷ്ണന്റെയും വെളുപ്പും കറുപ്പുമായ ചിത്രമുണ്ടല്ലോ. മ്യൂസിയത്തിൽ വളരെ വളരെ നല്ല ചിത്രങ്ങളുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഇവിടെ ബാബ മ്യൂസിയം ഉണ്ടാക്കിയിരുന്നില്ല.
ഇതിനെ പറയുന്നത് ടവർ ഓഫ് സൈലൻസ് എന്നാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ശാന്തിധാമമാകുന്ന നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. പിന്നെ ഇവിടെ വന്ന് ശരീരം സ്വീകരിച്ച് പാർട്ട് അഭിനയിക്കുന്നു. കുട്ടികൾക്ക് ആദ്യം ഈ നിശ്ചയമുണ്ടാകണം. ഇത് ഏതെങ്കിലും സാധു സന്യാസി അല്ല പഠിപ്പിക്കുന്നത്. ഈ ദാദ ആണെങ്കിൽ സിന്ധിലെ നിവാസിയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൽ ആരാണോ പ്രവേശിച്ച് സംസാരിക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിനെ ആരും അറിയുന്നതേയില്ല. ഗോഡ് ഫാദർ എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ആ ഒന്നിന് നാമരൂപമേയില്ല എന്ന് പറയുന്നു. ആ ഒന്ന് നിരാകാരമാണ്. ആ ഒന്നിന് ഒരു ആകാരമില്ല. പിന്നെ പറയുന്നു ആ ഒന്ന് സർവവ്യാപിയാണ്. പരമാത്മാവ് എവിടെയാണ്? അത് സർവവ്യാപിയാണ്, എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന് പറയും. എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവാണ് ഇരിക്കുന്നത്. എല്ലാവരും സഹോദരങ്ങളാണല്ലോ. പിന്നെ കണങ്ങളിൽ പരമാത്മാവ് എവിടെ നിന്നും വരാനാണ്? പരമാത്മാവുമുണ്ട് ആത്മാവുമുണ്ട് എന്ന് പറയില്ല. പരമാത്മാവാകുന്ന പിതാവിനെ വിളിക്കുന്നു, ബാബ വന്ന് നമ്മൾ പതീതരെ പാവനമാക്കൂ. നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഈ തൊഴിൽ അഥവാ ഈ സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഏവരെയും വന്ന് ശുദ്ധമാക്കൂ. പതീത ലോകത്തിൽ എനിക്ക് ക്ഷണം നൽകുന്നു. പറയുന്നു, ബാബ നമ്മൾ പതീതമാണ്. ബാബയാണെങ്കിൽ പാവന ലോകം കാണുന്നതേയില്ല. പതീത ലോകത്തിൽ തന്നെയാണ് നിങ്ങളുടെ സേവനം ചെയ്യുന്നതിനായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ രാവണ രാജ്യം വിനാശമാകും. പിന്നെ രാജയോഗം പഠിക്കുന്ന നിങ്ങൾ പോയി രാജാക്കന്മാരുടെയും രാജാവാകുന്നു. നിങ്ങളെ എണ്ണമറ്റ തവണ പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും 5000 വർഷത്തിനു ശേഷം നിങ്ങളെ തന്നെ പഠിപ്പിക്കും. സത്യത്രേതായുഗത്തിൻ്റെ രാജധാനി ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ബ്രാഹ്മണ കുലമാണ്. പ്രജാപിത ബ്രഹ്മാവ് എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ ആഡം ആദിദേവൻ എന്ന് പറയുന്നു. ഇത് ആർക്കും അറിയില്ല. ധാരാളം പേരുണ്ട്. അവർ ഇവിടെ വന്ന് കേട്ട ശേഷം മായയ്ക്ക് വശപ്പെടുന്നു. പുണ്യ ആത്മാവായിക്കൊണ്ടിരിക്കവേ പാപാത്മാവായി മാറുന്നു. മായ വളരെ ബലവാനാണ്. എല്ലാവരെയും പാപാത്മാവാക്കി മാറ്റുന്നു. ഇവിടെ ഒരു പവിത്ര ആത്മാവോ പുണ്യ ആത്മാവോ ഇല്ല. പവിത്ര ആത്മാക്കൾ ദേവീ ദേവതമാർ തന്നെയായിരുന്നു. എപ്പോഴാണോ എല്ലാവരും പതീതമാകുന്നത് അപ്പോൾ ബാബയെ വിളിക്കുന്നു. ഇപ്പോൾ ഇത് രാവണ രാജ്യം പതീത ലോകമാണ്. ഇതിനെ പറയുന്നത് മുള്ളുകളുടെ കാട് എന്നാണ്. സത്യയുഗത്തെ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. മുഗൾ ഗാർഡനിൽ എത്ര ഫസ്റ്റ് ക്ലാസ് നല്ല നല്ല പുഷ്പങ്ങളുണ്ട്. എരിക്കിൻ്റെ പുഷ്പവും ലഭിക്കും. പക്ഷേ ഇതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. ശിവന്റെ മേൽ എരിക്ക് എന്തുകൊണ്ട് അർപ്പിക്കുന്നു? ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ എപ്പോഴാണോ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരിൽ ചിലർ ഫസ്റ്റ് ക്ലാസ് മുത്തുകളാണ്, ചിലർ രത്നജ്യോതിയാണ്, ചിലർ പിന്നെ എരിക്കിൻ്റേതുമാണ്. നമ്പർ വൈസ് ആണല്ലോ. ഇതിനെ പറയുന്നത് തന്നെ ദുഃഖധാമം, മൃത്യുലോകം എന്നാണ്. സത്യയുഗം അമരലോകമാണ്. ഈ കാര്യങ്ങൾ ഏതെങ്കിലും ശാസ്ത്രങ്ങളിലില്ല. ശാസ്ത്രങ്ങൾ ഈ ദാദ പഠിച്ചിട്ടുണ്ട്. ബാബ ശാസ്ത്രം പഠിപ്പിക്കുകയില്ല. ബാബ സ്വയം സദ്ഗതി ദാതാവാണ്. ഗീതയെക്കുറിച്ച് റെഫർ ചെയ്യുന്നു. സർവശാസ്ത്രമയി ശിരോമണി ഗീത ഭഗവാനാൽ പാടപ്പെട്ടതാണ്. എന്നാൽ ഭഗവാൻ എന്ന ആരെയാണ് പറയുന്നത്? ഇത് ഭാരതവാസികൾക്ക് അറിയില്ല. ബാബ പറയുന്നു, ഞാൻ നിഷ്കാമ സേവനം ചെയ്യുന്നു. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ ആകുന്നില്ല. സ്വർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നില്ല. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കും, സുഖത്തിൽ ആരും ചെയ്യുകയില്ല. ഇതിനെ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും കളി എന്ന് പറയുന്നു. സ്വർഗത്തിൽ രണ്ടാമതൊരു ധർമ്മം ഉണ്ടായിരിക്കുന്നതേയില്ല.
അവരെല്ലാം വരുന്നത് തന്നെ പിന്നീടാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. നാച്ചുറൽ കലാമിറ്റീസും കൊടുങ്കാറ്റും ശക്തമായി വരും. എല്ലാം ഇല്ലാതായി പോകും. ബാബ ഇപ്പോൾ അറിവില്ലാത്തവരിൽ നിന്നും അറിവുള്ളവരാക്കുന്നു. ബാബ എത്ര ധനവിഭവങ്ങൾ നൽകിയിരുന്നു, എല്ലാം എവിടെ പോയി? ഇപ്പോൾ എത്ര ഇൻസോൾവെൻ്റ് ആയിരിക്കുകയാണ്. ഭാരതം സ്വർണത്തിൻ്റെ പറവയായിരുന്നു, അതിപ്പോൾ എന്തായിരിക്കുകയാണ്? ഇപ്പോൾ വീണ്ടും പതീത പാവനായ ബാബ വന്നിരിക്കുകയാണ്. രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹഠയോഗമാണ്, ഇത് രാജയോഗമാണ്. ഈ രാജയോഗം രണ്ടുപേർക്കും വേണ്ടിയുള്ളതാണ്. ആ ഹഠയോഗം കേവലം പുരുഷന്മാർ മാത്രമാണ് പഠിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, പുരുഷാർത്ഥം ചെയ്യൂ, വിശ്വത്തിൻ്റെ അധികാരിയായി കാണിക്കൂ. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. ബാക്കി അല്പം സമയമേ ഉള്ളൂ. ഈ യുദ്ധം അന്തിമ യുദ്ധമാണ്. ഈ യുദ്ധം ആരംഭിച്ചാൽ നിൽക്കുക സാധ്യമല്ല. ഈ യുദ്ധം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ കർമാതീത അവസ്ഥ പ്രാപിക്കുമ്പോഴാണ്. സ്വർഗത്തിൽ പോകുന്നതിന് യോഗ്യരായി മാറുകയും ചെയ്യും. ബാബ എന്നിരുന്നാലും പറയുന്നു, ഓർമ്മയുടെ യാത്രയിൽ അലക്ഷ്യരാകാതിരിക്കൂ. ഇതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിലൂടെ നല്ല രീതിയിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് പുഷ്പമാകണം. മുള്ളുകളുടെ ഈ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കുന്നതിൽ ബാബയെ പൂർണ്ണമായും സഹായിക്കണം. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിൻ്റെയും സ്വർഗത്തിൽ ഉയർന്ന പദവിയുടെ അധികാരം പ്രാപ്തമാക്കുന്നതിനും വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ തൽപരരായിരിക്കണം. അലക്ഷ്യരാകരുത്. വരദാനം: തൻ്റെ മസ്തകത്തിൽ സദാ ബാബയുടെ ആശീർവാദങ്ങളുടെ കൈ അനുഭവിക്കുന്ന മാസ്റ്റർ വിഘ്ന വിനാശകനായി ഭവിക്കട്ടെ. ഗണപതിയെ വിഘ്ന വിനാശകൻ എന്ന് പറയുന്നു. ആരിൽ സർവശക്തികളുണ്ടോ അവർ തന്നെയാണ് വിഘ്ന വിനാശകൻ ആകുന്നത്. സർവശക്തികളെയും സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കൂ. അപ്പോൾ വിഘ്നത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. മായ എത്ര രൂപങ്ങളിൽ വന്നാലും താങ്കൾ നോളജ്ഫുൾ ആകൂ. നോളജ്ഫുൾ ആത്മാവിന് ഒരിക്കലും മായയോട് തോൽക്കാൻ സാധിക്കില്ല. മസ്തകത്തിൽ ബാബ്ദാദയുടെ ആശീർവാദങ്ങളുടെ കൈ ഉണ്ടെന്നിരിക്കെ വിജയത്തിൻ്റെ തിലകം അണിയിക്കപ്പെട്ടിരിക്കുകയാണ്. പരമാത്മാവിൻ്റെ കൈയും കൂട്ടും വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. സ്ലോഗൻ: സ്വയം തന്നിൽ ഗുണങ്ങൾ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണദാനം ചെയ്യുന്നവർ തന്നെയാണ് ഗുണമൂർത്തി. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ
മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്.
മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ
ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.